അപ്പോൾ ഞാൻ ചോദിച്ചു, അതേ കയ്യിൽ ബീഡിയുണ്ടോ ഒന്ന് തരാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം കഥകളി പഠിപ്പിക്കാനൊന്നുള്ളതൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. വൈകുന്നേരം കളരിയിൽ ചൊല്ലിയാടാൻ ചെന്നപ്പോൾ ഇദ്ദേഹമാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഇതിലും മീതഞ്ഞി എന്താ പറയുക, ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറ്റൽ മാത്രമല്ല, ഇനി എന്തൊക്കെ ഗുരുമാല ഉണ്ടാവുക ഗുരുവായൂരപ്പ എന്ന് വിചാരിച്ചുകൊണ്ട് കളരിയിൽ ചെന്നിട്ട് വിറയ്ക്കുക, കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. വന്ന് ചോദിച്ചു, ഇനി എന്താ വീടി വേണോ ചോദിച്ചു. അപ്പോൾ തല താത്തിയ വഴി നിന്നു. അത് ഞാനല്ലേ ചോദിച്ചത്, അപ്പം ഞാനവിടെ തല താത്തി നിന്നു. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേരാൻ വേണ്ടിയിട്ട്, കലാമണ്ഡലം നമ്പീശൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായിട്ടുള്ള പാട്ടുകാരനാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഏട്ടനായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓട്ടുന്നുള്ളിൻ്റെ ആശാൻ അദ്ദേഹത്തിൻ്റെ പരമേശ്വരൻ നമ്പീശൻ. അപ്പോൾ ഞാൻ, പരമേശ്വരൻ നമ്പീശൻ, എൻ്റെ അച്ഛൻ, ഇങ്ങനെ 3 പേരും കൂട്ട് അവിടേക്ക് ചെന്നു. അതായത് അന്ന് കൂടല്ലൂർ മനക്കിലെ അച്ഛൻ തമ്പുരാൻ്റെ ഒരു കത്തും വാങ്ങിച്ചിരുന്നു മഹാകവി വള്ളത്തോളിന്. ആ കത്തും കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് കലാമണ്ഡലത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഉച്ച സമയമാണ്, ഉച്ച സമയത്ത് ഊഴിക്കാറായിട്ടില്ല, ആ സമയമാണ്. രാമൻകുട്ടി നായരാശാൻ, കൃഷ്ണൻകുട്ടി വാര്യർ, അന്ന് കലാമണ്ഡലത്തിലെ വേഷത്തിന് രാമൻകുട്ടി നായരാശാനും കൃഷ്ണൻകുട്ടി വാര്യരുമാണ് അന്ന്. പിന്നെ ഉള്ളത് അപ്പുകുട്ടി പുതുവാൾ, കൃഷ്ണൻകുട്ടി പുതുവാൾ, അത് ചെണ്ടയും മദ്ദളും. ഇവർ 4 പേരൊക്കെ കൂടി ഇരുന്നിട്ട് ഷീട്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാനൊരു നിക്കർ മാത്രമേ ഇട്ടുള്ളൂ, ട്രൗസർ. അതായത് അത്രയേ പ്രായമായിട്ടുള്ളൂ, 10 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നു. അല്ല, 10 വയസ്സല്ല, 13 വയസ്സ് തൊട്ടേ ആ കയറിയപ്പോൾ ഷീട്ട് കളിക്കുക. അപ്പോൾ രാമൻകുട്ടി നായരാശാൻ എന്തേ പോകുന്നു, എന്നോടല്ല ഇവനെ ചേർക്കണം വെച്ചിട്ടാണ് പറഞ്ഞു. ആ കഥ കളിക്കുക, അതെ കഥ കളിക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നിനക്ക് ചീട്ട് കളി അറിയോ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. ഒട്ടും അറിയില്ലേ ചോദിച്ചു. ഇല്ല, അറിയില്ല. എന്നാൽ വേണ്ടാക്കിയ ഒരു കാര്യം ചെയ്യേ, നിങ്ങളേ, അപ്പോൾ പറഞ്ഞ മാതിരി കലാമണ്ഡലം നമ്പീശ്വരാശാനും ഉണ്ട് അവിടെ, അദ്ദേഹവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മഹാകവി വള്ളത്തോളിനെ പോയി കണ്ടിട്ട്, നിങ്ങൾക്ക് പോയി കണ്ടിട്ട് വരുന്നുണ്ടോ. അപ്പോൾ അവിടെ ശിപായിയായിട്ടും കഥകളി വേഷക്കാരനായിട്ടും അടിയാൾ, നാരായണ അടിയാൾ എന്ന് പറയും. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിനെയും കൊണ്ട്, ഈ നാരായണ അടിയാളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല എന്നാണ് പറയുക, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന്, മഹാകവി വള്ളത്തോൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് എന്താ അഭിപ്രായം വെച്ചാൽ അത് അറിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്നോട് ചീട്ട് കളിയുണ്ടോ ചോദിച്ചാൽ തമാശയ്ക്ക് ചോദിച്ചാട്ടോ, കുട്ടികളോട് പറയില്ലേ. അങ്ങനത്തെ ഒരു തമാശയ്ക്ക് എന്ന് പറഞ്ഞു നിർത്തിയുള്ളൂ. അതിപ്പോൾ കാര്യമായിട്ട് എടുക്കണ്ടെന്നർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ ഒരു മനോധർമ്മം, സന്തോഷത്തിന് ചോദിച്ചു എന്നർത്ഥമേ ഉള്ളൂ. ഏതായാലും അവർ ഇവിടെ നിർബന്ധപ്രകാരം പോയി. മഹാകവി വള്ളത്തോളിൻ്റെ വീട്ടിൽ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മുകളിലിരിക്കുകയാണ് തോന്നുന്നു. അവിടെ മുകളിൽ ചെന്ന് കണ്ടോളാൻ പറഞ്ഞു. മുകളിലേക്ക് പോയി കഴിഞ്ഞ് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് ആകെ നോക്കി കഴിഞ്ഞിട്ട്, എന്താ എൻ്റെ പേര്, ഗോപി എന്നാണ്. അപ്പോൾ ഈ കത്ത് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങി. കത്തൊന്നും വേണ്ട, അതിപ്പോൾ തമ്പുരാൻ്റെ അല്ലേ, സാരല്ലേ. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ ദേശമംഗലം തമ്പുരാൻ്റെ, അതായത് ദേശമംഗലത്തെ അദ്ദേഹത്തിൻ്റെ തമ്പുരാൻ, അദ്ദേഹം അവിടുത്തെ കലാമണ്ഡലത്തെ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളെയാണ് നാറിയേരി മണിക്കലെ തമ്പുരാൻ വെളിയഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ ഒരു ബന്ധക്കാരായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ടാണ് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവനെ എടുത്തോളാൻ പറയൂ. മനോല തേച്ചിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞതിൻ്റെ ശേഷമാണ് കുട്ടികളെ എടുക്കാറുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ഇവനെ തേപ്പിക്കണ്ട, എടുത്തോളാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എടുത്തോളാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ, എന്നാൽ ശരി, എന്നാൽ നാളെ മുതൽക്ക് ക്ലാസ്സിൽ തുടങ്ങാം എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. ശരിക്ക് അന്ന് ഈ കർക്കിടക മാസമാണ്, അതായത് വർഷക്കാലം നൃത്തം അവിടെ ഒഴിച്ചിൽ തുടങ്ങിയുള്ള കാലമാണ്.
മിഥുനം, കർക്കിടകം, ചിങ്ങം ഇങ്ങനെ 3 മാസം അവിടെ ഉഴിച്ചിലാണ്. അപ്പോൾ ഇങ്ങനെ കാലത്ത് 3 മണിക്ക് കണ്ണ് സാധകം തുടങ്ങണം. ഈ കണ്ണ് സാധകം തുടങ്ങാൻ കൃത്യം 3 മണിക്ക് തന്നെ തുടങ്ങിയേ വെക്കൂ. അത് ആ 3 മണിക്ക് തന്നെ അങ്ങനെ ഒന്നുണ്ട്. അത് നന്നായിട്ട് ചെയ്യും. അത് ചെയ്യണം, ചെയ്യിപ്പ് അതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ല പഠിപ്പിച്ച് തരാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ലേ 3 മാസമാണ് അവിടുത്തെ ഈ കാലത്തെ ഉഴിച്ചിൽ കാലത്തെ പഠിക്കൽ. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ കളരിയിൽ വേറെ പഠിപ്പിക്കാൻ തുടങ്ങി. ആ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് മെയ്യൂർപ്പടവും കാല് സാധകവും ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ അവിടുന്ന് തുടർച്ചയായിട്ട് പഠിപ്പ് തുടങ്ങിയപ്പോൾ എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ സീനിയറായിട്ട് ഇപ്പോൾ ഈ നാറിയേരി എനിക്ക് 2 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ മാതിരി തന്നെ ഒരു 2 കൊല്ലം മുമ്പ് പഠിപ്പ് തുടങ്ങിയിട്ടുള്ള കവളപ്പാറ നാരായണൻ നായരാശാൻ്റെ മകൻ രാജഗോപാലൻ, തിരുവനന്തപുരം അടുത്തുള്ള വെഞ്ഞാറമൂട്ടിൽ ഉള്ള മുരളീധരൻ എന്ന് പറഞ്ഞ 2 കുട്ടികൾ അവിടെ എൻ്റെ സീനിയർമാരായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സീനിയർമാരുണ്ട് നാരായണൻകുട്ടി പണിക്കർ, ശങ്കരനാരായണൻ, കരുണാകരൻ, കൃഷ്ണൻകുട്ടി. ഇങ്ങനെ അതായത് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഓയൂർ കുറിച്ചി കുഞ്ഞപ്പണിക്കരാശാൻ്റെ മകനാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ സീനിയറായിട്ട് അവരൊക്കെ ഉണ്ട് അന്ന് കലാമണ്ഡലത്തിൽ. അന്ന് 7 വിദ്യാർത്ഥികളോട്ട് കഥകളി വേഷം പഠിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെയും സീനിയറാണ്. ഞാൻ ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളെ ഞാനാണ്. പിന്നെ തുടർച്ചയായിട്ട് ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം 1 കൊല്ലം ആയിട്ടില്ല. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെയും മഹാകവി കലാമണ്ഡലം കാണാൻ വേണ്ടി, കലാമണ്ഡലം കാണില്ല, കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത് നടത്തമുണ്ട് വൈകുന്നേരം. ആ നടത്തം ശരിക്കും കലാമണ്ഡലത്തിൽ വരും. കലാമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിട്ട് കളരിയൊക്കെ നോക്കും, കളരിയിൽ ചൊല്ലിയാടിക്കേണ്ടതൊക്കെ നോക്കും. അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകും. അങ്ങനെയാണ് പതിവ്. കളരിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തീരുമാനിച്ചു കൃഷ്ണൻകുട്ടി വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് രാമൻകുട്ടി നായരാശാനും കൃഷ്ണൻകുട്ടി വാര്യർ എന്ന് പറഞ്ഞില്ലേ, ഈ കൃഷ്ണൻകുട്ടി വാര്യരെ അദ്ദേഹത്തിന് ഭരതനാട്യത്തിൻ്റെ നൃത്തങ്ങളും ഒക്കെ അറിയാം. ഡാൻസിൻ്റെ നല്ല വിവരം കൂടി എല്ലാം നിശ്ചയമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മോഹിനിയാട്ട ക്ലാസ്സിൽ ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി ടൈലിക്കാക്കി. അതിന് പകരം കലാമണ്ഡലം പത്മനാഭൻ നായരാശാനെ കലാമണ്ഡലത്തിൽ അധ്യാപകനാക്കിയിട്ട് വിളിച്ചു. പട്ടിക്കാന്തൊടി രാവുണ്ണി മേനോനാശാൻ്റെ മകനാണ്. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ 3 പേരും, അതായത് 2 പേരും സീനിയർ പറഞ്ഞില്ലേ, അതിൽ ഞാനും കൂട്ട് അവിടെ ഞങ്ങൾക്ക് അവിടെ സ്റ്റേജിലാണ് ഈ കണ്ണ് സാധകവും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ടത് ഒരു മുറിയുണ്ട്. അതിലാണ് ഞങ്ങളുടെ 3 പേരുടെ താമസം. ആ 3 പേരുടെ താമസം അവിടെ ഉള്ളപ്പോൾ അവിടെ വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരാൾ വരേണ്ടത് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം വരിക, പത്മനാഭൻ നായരാശാൻ എന്ന് പറഞ്ഞ ആൾ വരിക. എൻ്റെ കൂടെയുള്ള ആൾ സീനിയർമാരാണെങ്കിൽ ശരി, ഒന്നും മുണ്ടാൻ പോയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതേ കയ്യിൽ ബീഡി ഉണ്ടോ ഒന്ന് തരാൻ ചോദിച്ചു. അദ്ദേഹത്തിനോട് ബീഡി ഉണ്ടോ ഒന്ന് തരാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കയ്യിലില്ല, ഏതായാലും അങ്ങോട്ട് പിന്നെ ഞാൻ തരാം, പിന്നെ തന്നേക്കാം, എന്തേലും ചെയ്യാം, ഇപ്പോൾ കയ്യിലില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം കഥകളി പഠിപ്പിക്കാനൊന്നുള്ളതൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. വൈകുന്നേരം കളരിയിൽ ചൊല്ലിയാടാൻ ചെന്നപ്പോൾ ഇദ്ദേഹമാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഇതിലും മീതഞ്ഞി എന്താ പറയുക, ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറ്റൽ മാത്രമല്ല, ഇനി എന്തൊക്കെ ഗുരുമാല ഉണ്ടാവുക ഗുരുവായൂരപ്പ എന്ന് വിചാരിച്ചുകൊണ്ട് കളരിയിൽ ചെന്നിട്ട് വിറയ്ക്കുക, കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. അപ്പോൾ അദ്ദേഹം അതൊന്നും കണ്ടു ഇരിക്കണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു. ചൊല്ലിയാട്ടൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചു, ഇനി എന്താ വീടി വേണോ ചോദിച്ചു. അപ്പോൾ തല താത്തിയ വഴി നിന്നു. അത് ഞാനല്ലേ ചോദിച്ചത്. അപ്പോൾ ഞാനവിടെ തല താത്തി നിന്നു. സാരമില്ല, വേണ്ടാത്തൊന്നും പഠിച്ചുണ്ടാക്കണ്ട, ഏതായാലും അതായത് പോകലൊന്നും നല്ലതല്ല ഈ കഥകളി പഠിക്കുമ്പോൾ. അപ്പോൾ അതൊന്നും പഠിച്ചുണ്ടാക്കണ്ടെന്നും പറഞ്ഞ് ഉപദേശിച്ചു. അത്ര തന്നെ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ദേഷ്യപ്പെടുന്നുണ്ടായില്ല. സമാധാനമായി. ഏതായാലും പിന്നെ തുടർച്ചയായിട്ട് ഈ കലാമണ്ഡലം പത്മനാഭൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് തുടർച്ചയായിട്ട് ഈ മെയ്യൂർപ്പടവ്, കാലി സാധകം അങ്ങനത്തെ സാധനങ്ങളും
പിന്നെ അതേമാതിരി തന്നെ കുട്ടിത്തരം വേഷങ്ങൾ, ഇടത്തരം വേഷങ്ങൾ, ആദ്യദാന വേഷങ്ങളൊക്കെ ചൊല്ലിയാടി ഉറപ്പിക്കൽ അദ്ദേഹമായിരുന്നു. കളരിയിലെ ചൊല്ലിയാടിപ്പിക്കൽ അദ്ദേഹം ജൂനിയറാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വരും, വന്നിട്ട് കാലത്തെ തോളയം പുറപ്പാട്, അത് കഴിഞ്ഞാൽ ചൊല്ലിയാട്ടം, അത് 11:30 വരെയാണ്. അത് 8:30 മുതൽക്ക് 11:30 വരെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 മണി മുതൽക്ക് 6:30 വരെ ഈ കളരിയിൽ കണ്ണ് സാധകം, വെയ്യുറപ്പട ഉഴിച്ചിൽ കഴിഞ്ഞിട്ട് ഭാരതപ്പുഴയിൽ പോയിട്ട് കുളി, ആ ഭാരതപ്പുഴയിൽ പോയിട്ട് കുളി കഴിഞ്ഞ് വന്നാൽ കലാമണ്ഡലത്തിൻ്റെ മെസ്സിൽ ഒരു കഞ്ഞി 8:30 മുമ്പേ, 7:30, 8:00 മുമ്പേ ആ കഞ്ഞി കുടിച്ചോളണം. കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നെയ്യുണ്ട്, പാട്ട നെയ്യാണ്, സാധാരണ പശു നെയ്യൊന്നുമല്ല, പാട്ട നെയ്യാണ്. മാതാവിടെ നിർബന്ധമാണ് നെയ്യ് കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ആ കഞ്ഞിക്കുടി കഴിഞ്ഞിട്ട് ആണ് അപ്പോൾ 8:30 ക്ലാസ്സിന് തയ്യാറായിട്ട് പോവുകയും വേണം. ഈ 8:30 മുതൽക്ക് 11:30 വരെയാണ് ക്ലാസ്. ആ 11:30 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 1:30 ഒരു സാഹിത്യ ക്ലാസ് എന്ന് പറയും. അതായത് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്ന ആൾക്കാർക്കും, അതായത് അതിൻ്റേതായിട്ടുള്ള ഈ കഥകളി പഠിക്കുമ്പോൾ കഥ എന്താണെന്നുള്ളതും ഏതാ കഥ പഠിക്കണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കണമല്ലോ. ആ കഥയുടെ സാഹിത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊന്നല്ല, ഞാൻ ചെന്നതിന് ശേഷം കുഞ്ഞമ്പൂ മാസ്റ്റർ പറഞ്ഞൊരാളാണ്. അദ്ദേഹം സംസ്കൃതം നന്നായിട്ടറിയും, ഇംഗ്ലീഷ് നന്നായിട്ടറിയും, ഹിന്ദി നന്നായിട്ടറിയും, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് പഠിപ്പിച്ചിരുന്നത്. ഇതൊന്നും ആ ഉച്ച സമയമായതുകൊണ്ട്, ഞങ്ങളുടെ ഈ ഉച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്. ആ സമയമായതുകൊണ്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും ശരിക്കും തലയ്ക്ക് കയറില്ല. അതായത് ഉറക്കം തൂങ്ങും ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് ഈ ചേരണതൊക്കെ. എന്തായാലും അത് ആ 3:30 ആകുമ്പോൾ പിന്നെ ആദ്യം ക്ലാസ്സിൽ ചെല്ലണം. 3 മണി 3:30 ആകുമ്പോൾ 3:30 മുതൽക്ക് 5:30 വരെയാണ് പിന്നത്തെ ക്ലാസ്. ആ 5:30 വരെ കഴിഞ്ഞാൽ കുറച്ച് നേരം വിശ്രമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് ഒരു ഭജന ക്ലാസ് ഉണ്ട്, അത് 6:30. അത് കഴിഞ്ഞാൽ 7:30 ആദ്യം ഇരുന്ന ക്ലാസ്, അതായത് പദത്തിൻ്റെ മുദ്ര, പദങ്ങൾ, ഇതൊക്കെ വെവ്വേറെ പഠിച്ചിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആർക്ക്, ഗുരുനാഥന്. അതിന് വേണ്ടിയിട്ട് അത്. അപ്പോൾ 14 ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ഇവർ വന്നിരിക്കും. ഇങ്ങനെയാണ് ആ കളരിയിലത്തെ ചൊല്ലിയാട്ട ചിട്ട. അത് തുടർച്ചയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോയിക്കൊണ്ടിരുന്നിട്ട് കഷ്ടിച്ച് വേഷം കെട്ടി ആ വേഷം അങ്ങനെയാണ് രുദ്രാരത്തിൽ കൃഷ്ണനെ അരങ്ങേറ്റമായിട്ട് നടത്താൻ സാധിച്ചത്. അതായത് അതിൻ്റെ ശേഷം പത്മനാഭൻ നായർ ആശാൻ വന്നതിന് ശേഷം കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു. അതായത് നാറിയരിവണിക്കിൽ കഥകളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഒരു അരങ്ങേറ്റം ഉണ്ടായി. അത് ലവണാസുരത്തിലെ കുശനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കുശലവന്മാർ അതിൽ കുശനായിട്ടായിരുന്നു അരങ്ങേറ്റം ഉണ്ടായത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. രണ്ടാമത് ഇവിടെ കലാമണ്ഡലത്തിൽ വന്നപ്പോൾ രണ്ടാമതൊരു അരങ്ങേറ്റം വേണ്ടി വന്നു. ആ അരങ്ങേറ്റം വേണ്ടി വന്നത് സുഭദ്രാരത്തിലെ കൃഷ്ണനായിട്ടാണ്. കിംഭോസുഖം എന്ന പദമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പിന്നെ ഓരോരോ വേഷങ്ങൾ പഠിച്ചു തുടങ്ങി. പഠിച്ചിട്ട് അങ്ങനെ കലാമണ്ഡലത്തിൻ്റെ 7 വർഷത്തെ കോഴ്സ്, അതായത് പൊതുവെ 6 വർഷമാണുള്ളൂ. ആ 6 വർഷത്തിൻ്റെ കോഴ്സ് നന്നായിട്ട് പഠിക്കുമ്പോൾ ഒരു കൊല്ലം കൂടി കൂടുതൽ കൊടുക്കും. അങ്ങനെ 7 വർഷത്തെ കോഴ്സ്. 7 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോഴ്സിൻ്റെ എൻ്റെ കാലാവധി കഴിഞ്ഞു, വിദ്യാർത്ഥി കാലാവധി കഴിഞ്ഞു. അപ്പോൾ ഈ വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ തന്നെ വെക്കേഷൻ വരുമ്പോൾ നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോതത്തിറക്കിലെ ചിറക്കിത്തേരുടെ അമ്പലം എന്നൊക്കെ പറഞ്ഞല്ലോ, അവിടെ ഒരു മൈതാനം മാതിരി മതിലിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ അടുത്ത് ആയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാതിരി ഒന്നുണ്ട്. അവിടെ ഞങ്ങളുടെ കുട്ടികളുടെ ഒന്നിച്ചുള്ള കളികളാണ്. ഇത് പന്ത് കളിയോ, പിന്നെ അതുമാതിരി തന്നെ ഇപ്പോഴത്തെ ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഗോലുകളി. അതായത് ഗോലുകളി പറഞ്ഞാൽ ചൊട്ടയും കോലും എന്നൊക്കെ പറയും. അങ്ങനെ ആണ് മറ്റേ ആ കാലഘട്ടം കഴിഞ്ഞിരുന്നത്.